മെഴുകണ്ട കൂടുതൽ. നീ ചോദിച്ചത് ഒരു സ്ത്രീയോടാണ് അല്ലേ? എടാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്, പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. ഇത് ഇങ്ങനെ കേൾക്കുന്ന സമയത്തെ നമ്മൾ വിചാരിക്കും എന്താണല്ലേ, അതായത് ഒരു അവതാരകൻ വന്നിട്ട് ഒരു നടിനോട് ഇങ്ങനത്തെ മോശമായിട്ട് സംസാരിക്കാവോ, ഇതെന്താണ് ഇങ്ങനെ ഈ മറ്റേ ഈ നമ്മുടെ നാട്ടിലെ ഇൻ്റർവ്യൂസിനൊക്കെ സ്റ്റാൻഡേർഡും പറ്റ കുറഞ്ഞു പോയി. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അന്ന് നമ്മൾ അങ്ങനെ നമ്മളും പറഞ്ഞിരുന്നത്, അതായത് ഒരു അവതാരിക ഒരു എന്താ പറയുക ഒരു നടിനോട് ചോദിക്കുന്നുണ്ട് കൂടെ കിടന്നിട്ടാണോ ചാൻസ് കിട്ടുന്നതെന്ന്. ഇവിടെ ഈ അവതാരകൻ അതായത് മുട്ടുന്ന വാതിലൊക്കെ തുറന്ന് കൊടുത്തിട്ടാണോ താങ്കൾക്ക് ഫിലിമിൽ ചാൻസ് കിട്ടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര രൂക്ഷമായിട്ട് അങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കുക. അവതാരകന് ബോധമില്ലേ, ഈ ചാനലിന് ബോധമില്ലേ, മറ്റവർക്ക് ബോധമില്ലേ? ഉവ്വ അല്ലേ? എന്ത് കഷ്ടം ആലോചിച്ചൊക്കെ. ഇതൊക്കെ പക്ക സ്ക്രിപ്റ്റഡാ. അതെ, അതായത് ഒരു ഈ അവതാരകനും അത് കുഴപ്പമില്ല, പുള്ളിയുടെ പ്രൊഫഷൻ ഇതാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ 2 ചോദ്യം ചോദിച്ച് ആൾക്കാർ മോശം പറഞ്ഞൊരു കുഴപ്പമില്ല, പുള്ളിയുടെ പ്രൊഫഷൻ അതാണ്. ഈ പറഞ്ഞ അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂഡ് ആകുന്ന ആളുണ്ടല്ലോ, അതായത് ആ ഒരു നടി, അവർക്കത് ഓക്കെയാണ്. അതായത് നീ അവൻ്റെ കൂടെ കിടന്ന് മറ്റത് ഉണ്ടാക്കിയിട്ടല്ലേ എന്നല്ല ചോദിക്കുന്നത്, ഒരു കോമൺ ചോദ്യമാണത്. ആ കോമൺ ചോദ്യത്തിന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ എന്താ പറയുക ദേഷ്യപ്പെട്ട് മറുപടി പറഞ്ഞാൽ അവർക്കും 4 ആൾക്കാർ അവരെ കാണും, അവർക്കൊരു ഫെയിം കിട്ടും, ഈ ചാനലിന് കുറച്ചൊരു വ്യൂ കിട്ടും, ഈ അവതാരകന് കുറച്ച് പേരാകും, അവൻ ഭയങ്കര ചോദ്യങ്ങൾ അവൻ ചോദിക്കുക, അവനെ നമുക്ക് എടുക്കാം. അതായത് ഈ ഗ്രൂപ്പിൽ വരുന്ന 3 പേർക്കും അതൊരു പോസിറ്റീവ് സൈനാണ്, അല്ലാണ്ട് ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നമ്മൾ കുറേ പേര് ഞാൻ കണ്ടു, കുറേ പേര് ഇതിനെതിരെ ഭയങ്കര ഇതെന്താണ് ഇങ്ങനെ, ഇവർക്കൊന്നും ബോധമില്ല, അതില്ലേ ഇതില്ലേ. ഇവർക്കൊക്കെ ബോധവും വിവരവും കൂടിയതുകൊണ്ടാണ് അവരിങ്ങനത്തെ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഇതിനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ആണോ എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളും തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ. അപ്പം അടിപൊളിയല്ലേ സംഭവം ഭയങ്കര ക്ലീൻ ആണ്. അതായത് പുള്ളിക്കാരിയോട് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്ന പുള്ളിക്കാരി തിരിച്ച് നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും പച്ചത്തെറി പറയുന്ന പോലെ നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ അല്ലേ, ഇവരൊക്കെ എങ്ങനെയാണോ? അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടുകാരില്ല പറഞ്ഞത്, നിങ്ങളൊരു നടിയാണ്, അപ്പം ഫിലിം ഫീൽഡിലുള്ള ഒരാളാണ്, നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഗൗരവം 2 പേരും അങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, അതിലെ മെയിൻ കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ ചോദ്യം അവൻ ചോദിക്കുന്നത് ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. നോർമലി ഇങ്ങനത്തെ ഇൻ്റർവ്യൂസിൻ്റെ എപ്പിസോഡ്സ് ഉണ്ടാവുക ഒരു 40-45 മിനിറ്റ്സാണ്. അപ്പം
കറക്റ്റാണ്. അതായത് അവർ സ്ക്രിപ്റ്റഡ് ആണ്. അവരൊരു 35 മിനിറ്റ്സ് വരെ കാര്യങ്ങൾ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി സ്റ്റോപ്പ് ചെയ്യുന്നത് വെറുതെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും, ഭയങ്കരമായിട്ട് ഇവർ തമ്മിൽ ആർഗ്യൂ ചെയ്യും. അവസാനം ഈ പറഞ്ഞ വന്ന ആള് ഗസ്റ്റ് ഇറങ്ങിപ്പോവും. അത് നല്ല രീതിയിൽ ഇവർ ഇൻ്റർവ്യൂ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അത് തന്നെ ഇവർ അവനെ തംബ്നെയിലാക്കി വെക്കും, അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. വേറെ എന്ത് വേണം? ആള് കയറി കാണും, വ്യൂവർഷിപ്പ് കിട്ടും, ചാനലിന് അവതാരകന് പേര് കിട്ടും, ഈ പറഞ്ഞ അവിടെ വന്ന് ഇരുന്ന ആൾക്കാർക്ക് നല്ല പേര് കിട്ടും, എല്ലാം കിട്ടും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഇത് ഇപ്പം ഞാനിതിന് കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിതിനെ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യും. കുറേ പേര് ഞാൻ വീഡിയോ ചെയ്ത് കണ്ടു സ്ക്രിപ്റ്റഡ് അല്ല, ഇതൊക്കെ ഭയങ്കര മോശമാണ്, നമ്മുടെ ഇൻ്റർവ്യൂസിനൊക്കെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു എത്തിക്സ് ഇല്ലാണ്ടായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് കുറേ പേര് ചെയ്യും. ഈ ചാനലിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോസ് കാണും. അത് കണ്ടിട്ട് ഈ എന്താ പറയുക, ഈ ചാനലിൽ തപ്പി വരും, ഈ വീഡിയോ അവർ ഓപ്പൺ ചെയ്യും, അങ്ങനെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ആദ്യത്തെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഈ ഹേമ കമ്മിറ്റി. ആദ്യം തന്നെ അവർ ചോദ്യം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ചോദ്യം വരേണ്ടതാണ്, നോർമലി വരേണ്ടതാണ്. അത് വന്നില്ല, വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കറക്റ്റ് ആവില്ലല്ലോ. ഒരു 30 മിനിറ്റ് പോയി കഴിഞ്ഞിട്ടല്ലേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ അതാണ്, നമ്മളിപ്പം ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റം അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്യില്ല. ഇത് ലൈവൊന്നും അല്ലല്ലോ, കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റുന്നതല്ലേ. അപ്പം ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റഡ് ആക്കി എഴുതി വെച്ചിട്ട് ആ ചാനലിനെ ബൂസ്റ്റ് ചെയ്യാനും ഇവർക്കൊക്കെ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിതൊന്നും അറിയാണ്ട് ഇതിന് കുറേ വിമർശിച്ച് ഇതിന് താഴത്ത് വന്ന് കുറേ കമൻ്റ് ഇട്ട് ചാനലൊക്കെ കണ്ട് കുറേ വീഡിയോസ് അതിൻ്റെ കൂടെ കാണില്ലേ. ഇതിൻ്റെ ബാക്കി ആ മറ്റേ ചാനലിലെ മൊത്തം വീഡിയോസ് നമ്മൾ കണ്ടുപോകും. ഞാനെന്നല്ല, എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ചെയ്യും. ഇതാണ് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ഇത്. അതാണ് നമ്മുടെ ഇങ്ങനത്തെ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ചാനലുകളും ഇങ്ങനത്തെ കാര്യങ്ങളും പ്രൊഫൈലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരാണെങ്കിലും ഇതെടുത്ത് ചെയ്യും. എനിക്കും വ്യൂവർഷിപ്പ് കിട്ടണം. അവരെന്താണോ ഉദ്ദേശിച്ച് ഞാനതെടുത്ത് എൻ്റേതായിട്ടുള്ള രീതിയിലൂടെ ഞാൻ മാറ്റി ഞാൻ ചെയ്യുന്നു. എനിക്കും 4 ആളത് കാണണം. നമുക്ക് പറഞ്ഞ പോലെ അരി വാങ്ങാൻ പറ്റുമെങ്കിൽ അരി വാങ്ങണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് ഇതിലൊന്നും വേറെ ഒന്നും എന്താ പറയുക, നെല്ലും പതിരൊന്നും ഇതിലില്ല, മൊത്തം പതിര് മാത്രമാണ്.